വയനാട്ടിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ UDF മുന്നണിയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ്. ദീർഘകാലമായി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെട്ട വയനാട് ജില്ല ഇപ്പോൾ വിഭാഗീയത, കലാപം, ആത്മഹത്യ, കള്ളക്കേസുകൾ, നേതൃത്വത്തിലെ പരാജയങ്ങൾ തുടങ്ങി നിരന്തരമായ വിവാദങ്ങളാൽ കുരുങ്ങിക്കിടക്കുകയാണ്. വയനാട്ടിലെ UDFന്റെ രാഷ്ട്രീയ ഭാവി എന്നത് സംഘടനയുടെ ആത്മവിശ്വാസത്തിനു മേലുയർന്ന കടുത്ത വെല്ലുവിളിയാണ്. DCC തലത്തിൽ തന്നെ വിഭാഗീയതയും തർക്കങ്ങളും നിയന്ത്രണാതീതമായി വളർന്നിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിൽ ദേശീയ തലത്തിലും ശ്രദ്ധേയ കേന്ദ്രമായ വയനാട് ഇപ്പോൾ അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലാണ് വാർത്തകളിൽ നിറയുന്നത്. DCC പ്രസിഡന്റ് AD അപ്പച്ചനെ പോലും പൊതുയോഗത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന സംഭവം പാർട്ടി പ്രവർത്തകരുടെ നിയന്ത്രണം എത്രത്തോളം നഷ്ടപ്പെടുന്നു എന്ന് തെളിയിക്കുന്നു. ഒരു വിഭാഗം നേതാക്കളെ ക്രിമിനലുകൾ എന്ന് വിളിച്ച് പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലും UDF മുന്നണിയിലും വിശ്വാസമുണ്ടാവുക? വർഷങ്ങളായി പുകയുന്ന പ്രശ്നങ്ങൾക്ക് വഴിമാറിക്കൊടുത്തത് DCC പ്രസിഡന്റ് ND അപ്പച്ചനാണ്. മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടപ്പോഴാണ് താൻ രാജിവെച്ചെന്ന കാര്യം അറിയുന്നതെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ പാർട്ടിയുടെ ആഭ്യന്തര സംസ്കാരത്തെക്കുറിച്ച് കടുത്ത സംശയം ഉയർത്തുന്നു. നേതൃനിരയുടെ ഇടപെടലുകൾ പോലും താക്കീതുകൾ മാത്രമായിരുന്നു. ഇത്രയും വലിയ സംഘർഷത്തെ തുടർന്ന് നേതൃത്വത്തിന് മാന്യമായ പരിഗണന നൽകുമെന്ന വാഗ്ദാനം പാലിക്കാനേ കഴിയൂ. അതുപോലും ND അപ്പച്ചനെ AICCയിൽ ഉൾപ്പെടുത്തി. പക്ഷേ വയനാട്ടിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമില്ല. വയനാട്ടിലെ കോൺഗ്രസിന്റെ തകർച്ചയുടെ ഏറ്റവും തീക്ഷ്ണമായ പ്രതീകം മുള്ളംകൊല്ലി പുൽപ്പള്ളി സംഘർഷങ്ങളാണ്. കാനാട്ടുമല തങ്കച്ചന്റെ വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും വെച്ചുകൊണ്ട് കള്ളക്കേസിൽ കുടുക്കിയത്, തുടർന്ന് യുവജന കോൺഗ്രസ് പ്രവർത്തകരുടെ മർദ്ദനം, സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ, ആത്മഹത്യകൾ എല്ലാം കൂടി പാർട്ടിയുടെ രാഷ്ട്രീയ സംസ്കാരം എത്രത്തോളം താഴ്ന്നുപോയെന്ന് വ്യക്തമാക്കുന്നു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ, NM വിജയന്റെ മരുമകൾ പത്മജയുടെ ആത്മഹത്യാശ്രമം തുടങ്ങിയവ പാർട്ടിക്കുള്ളിലെ അന്തർസംഘർഷങ്ങൾ എത്രത്തോളം ദുരന്തമായെന്ന് തെളിയിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡല സന്ദർശനത്തിനിടെ തന്നെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ തന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. NM വിജയന്റെ കുടുംബവുമായി ഉണ്ടാക്കിയ ധാരണ പാലിക്കാത്തതും സമയബന്ധിത ഇടപെടലുകൾ നടത്താതിരുന്നതും കോൺഗ്രസ് നേതൃനിരയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. ഒടുവിൽ KPCC അക്കൗണ്ടിൽ നിന്ന് പണം നൽകി കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകേണ്ടി വന്നത് പാർട്ടി തന്നെ ഒരു സാമൂഹിക കുറ്റവാളിയായി മാറിയെന്ന് സൂചനയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വയനാട്ടിലെ സാധാരണ പ്രവർത്തകരും ജനങ്ങളും ഇനി പാർട്ടിയെ പൂർണ്ണമായി വിശ്വസിക്കുമോ എന്നത് സംശയമാണ്. ഇപ്പോഴിതാ വയനാട്ടിലെ പുതിയ DCC പ്രസിഡന്റായി TJ ഐസക്കിനെ നിയമിച്ചിരിക്കുകയാണ്. DCC പ്രസിഡന്റ് AD അപ്പച്ചൻ രാജിവെച്ച ഉടനെ തന്നെ TJ ഐസക്കിനെ നിയമിച്ചതിൽ മുൻപേ തീരുമാനിച്ചുറപ്പിച്ച ഒരു ഭാവം കാണാൻ കഴിയുമായിരുന്നു. TJ ഐസക്കിനെ അവിടെയുള്ള ആളുകൾ തന്നെ കൃത്യമായി അറിയുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. എന്തു തന്നെ ആയാലും കോൺഗ്രസ് പാർട്ടിക്ക് വയനാടുണ്ടായിരുന്ന കളങ്കം നിസ്സാരമായി തള്ളിക്കളയാൻ ആകില്ല. പാർട്ടി സംഘടനയിൽ ഉയർന്നു വരുന്ന കൊലവിളികളും കയ്യാങ്കളികളും കൂട്ട ആത്മഹത്യകളും കള്ളക്കേസുകളും UDFന്റെ വയനാട്ടിലെ അടിത്തറ ഇളക്കാൻ കെൽപ്പുള്ളവയാണ്.